നിങ്ങളൊരു മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടിയാണോ? ജീവിതത്തിലെ നിങ്ങളുടെ ലക്ഷ്യം ഒരു എയർ ഹോസ്റ്റസ് അഥവാ ഒരു ക്യാബിൻ ക്രൂ ആയി മാറുക എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അതിനുള്ള റൂട്ട് പറഞ്ഞുതരാം. ഒരു ഡ്രാമയില്ലാതെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം. അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ഒരു ക്യാബിൻ ക്രൂ ആവാൻ വേണ്ടത് എന്ന് പറയുന്നത് 12ാം ക്ലാസ് പാസ്സാവുക എന്നുള്ളതാണ്. 12ാം ക്ലാസ് പാസ്സായ ഏതൊരു വ്യക്തിക്കും കറക്റ്റ് റൂട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു ക്യാബിൻ ക്രൂ ആയി മാറാൻ പറ്റും. പക്ഷെ നിങ്ങളൊരു ഡിഗ്രി എടുത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ആ സെലക്ഷൻ പ്രോസസ്സിൽ ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഉണ്ടാവും. അല്ലാതെ വേറെ ഒന്നുമില്ല. 12ാം ക്ലാസ് ആണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. ഏജ് പറയുകയാണെങ്കിൽ 18 മുതൽ 26 വയസ്സ് വരെ ഇടയിലുള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ചില എയർലൈൻസ് ഹൈറ്റിൽ ഒരു മാൻഡേറ്ററി ലെങ്ത് വെക്കാറുണ്ട്. 150 to 165 സെന്റിമീറ്റർ വേണം എന്ന് പറയാറുണ്ട്. ചില ആളുകൾ ഒരു റീച്ച് ലെങ്ത് എന്ന് പറയും, ഹാൻഡ് റീച്ച് ലെങ്ത് എന്ന് പറയും. അതായത് നിങ്ങളുടെ ടോസിൽ നിവർന്ന് നിന്ന് കൈ എത്തിപ്പിടിക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 210നും 212 സെന്റിമീറ്ററിനും ഇടയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ആണ് എന്ന് പറയും. ഈ ലാസ്റ്റ് പറഞ്ഞ ഘടകം എല്ലാ എയർലൈൻസും അങ്ങനെ പറയാറില്ല. ചില എയർലൈൻസ്, അത് നിങ്ങൾക്ക് ആ എയർലൈൻസ് ഏതിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അവരുടെ വെബ്സൈറ്റിൽ പോയി ആ റിക്വയർമെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ടും മനസ്സിലാകും. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നാൽ, കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിൽ അവിടെ ഇവിടെ ഒരുപാട് ഏവിയേഷൻ അക്കാഡമികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഏവിയേഷൻ അക്കാഡമികൾ സകല അക്കാഡമികളും ഫേക്ക് ആണെന്നോ കുട്ടികളുടെ പൈസ നേടിയെടുക്കാൻ നടത്തുന്ന സ്ഥാപനങ്ങളാണോ എന്ന് അല്ല ഞാൻ പറയുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഭൂരിഭാഗം നമ്പർ പ്രധാനമായിട്ടും മണി മൈൻഡഡ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം ഒരിക്കലും ഒരു ഏവിയേഷൻ അക്കാഡമിയുടെ സപ്പോർട്ട് നമുക്ക് വേണമെന്നില്ല ഒരു എയർ ഹോസ്റ്റസ് അല്ലെങ്കിൽ ക്യാബിൻ ക്രൂ അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റാഫ് ഒക്കെ ആയി മാറും. ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏത് എയർലൈൻ ആണ് ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്റർനാഷണൽ എയർലൈൻസ് ഇൻക്ലൂഡിങ് ഇന്ത്യ പറയുകയാണെങ്കിൽ ഖത്തർ എയർവേസ് ഉണ്ട്, എയർ ഇന്ത്യ ഉണ്ട്, എമിറേറ്റ്സ് ഉണ്ട്, ഇൻഡിഗോ ഉണ്ട്. ഇവരുടെ എല്ലാം വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിന് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു റൂട്ട് എന്ന് അതിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി മാത്രം നിങ്ങൾ ഒരു എയർലൈൻ കോഴ്സിന് അല്ലെങ്കിൽ ഒരു എയർലൈൻ എയർ ഹോസ്റ്റസ് സെലക്ഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു ആപ്ലിക്കേഷൻ ലെവലിലെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, നിങ്ങളുടെ കരിക്കുലം വിറ്റ് ആഡ് ചെയ്യുക. അവിടെയാണ് നിങ്ങൾ ഒരു ഡിഗ്രി പെർസ്യൂ ചെയ്ത ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് +2 മാത്രം കഴിഞ്ഞ് വരുന്ന കുട്ടികളിൽ നിന്നും കിട്ടാനുള്ള ഒരു സാഹചര്യമുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം സെയിം ആണ്. അതിനുശേഷം നിങ്ങളുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി അവർക്ക് ജഡ്ജ് ചെയ്യാൻ. പേഴ്സണാലിറ്റി ഇൻ ദ സെൻസ് നിങ്ങളുടെ ആ ഒരു ലുക്ക് അല്ല അവർ പ്രധാനമായിട്ടും ജഡ്ജ് ചെയ്യുക. അവർ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ തന്നെ ക്യാരി ചെയ്യുന്ന രീതി, നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ്, നിങ്ങളുടെ ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ്, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡിഗ്രി അല്ല ഇമ്പോർട്ടൻറ്റ്, ഫ്ലുവൻസി ഇൻ ലാംഗ്വേജ്, എസ്പെഷ്യലി ഇംഗ്ലീഷിന്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ വളരെ ഒരു ഗ്രാമാറ്റിക് എക്സ്പേർട്ട് ആവണമെന്നല്ല പറയുന്നത്. നിങ്ങൾ വളരെ നന്നായിട്ട് ഗ്രാമർലി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു വ്യക്തി ആയി മാറണമെന്ന് ഒരു നിർബന്ധവുമില്ല. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള കൈൻഡ് ഓഫ് വേർഡിങ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം വൊക്കാബുലറി ഉണ്ടാവുക, അത്രത്തോളം നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഇതിലെ പ്രധാന ഘടകമായിട്ട് വരുന്നത്. അതിനുശേഷം വരുന്ന ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ സെഷൻ വരും. അതായത് നിങ്ങൾ ഒരു ഗ്രൂപ്പിൽ എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ ഇടപെടുന്നത്, അതിൽ നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് എന്താണ്, നിങ്ങളുടെ ടാലൻസ് എന്താണ്, അവിടെയാണ് നിങ്ങളുടെ ആ ലീഡർഷിപ്പ് ക്വാളിറ്റീസും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് എന്തെങ്കിലും എബിലിറ്റീസ് ഇൻ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് അവർ ജഡ്ജ് ചെയ്യുക. ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിന് ശേഷം നിങ്ങൾ സെലക്റ്റഡ് ആവുകയാണെങ്കിൽ, അതായത് ഈ മേൽ പറഞ്ഞ ക്രൈറ്റീരിയ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നത് എങ്കിൽ, ഏത് എയർലൈൻ ആണോ നിങ്ങൾ സെലക്ട് ചെയ്തത് ആ എയർലൈൻ നിങ്ങൾക്ക് ഒരു 2 to 3 months ഇന്റൻസ് ആയിട്ടുള്ള ഒരു എയർലൈൻ ട്രെയിനിങ് നിങ്ങൾക്ക് തരും. ആ ഒരു ട്രെയിനിങ്ങിൽ കറക്റ്റ് പ്രിസ്ക്രൈബ്ഡ് ടൈമിൽ നിങ്ങൾ എത്തിച്ചേരണം. അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. എസ്പെഷ്യലി പലതരത്തിലുള്ള മോക്ക് ഡ്രിൽസും കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, എന്തൊക്കെ രീതിയിലാണ് ആളുകളോട് ഡീൽ ചെയ്യേണ്ടത്. പലതരത്തിലുള്ള ആളുകളായിരിക്കും ഒരു എയർലൈനിൽ ഒരു സമയം പ്രസന്റ് ആയിരിക്കും. അപ്പൊ അവരുടെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഒരേ മൈൻഡിൽ, നിങ്ങളുടെ സാഹചര്യം എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ സൈക്കോളജിക്കൽ
ഫിസിക്കൽ മെന്റൽ ഏത് സാഹചര്യത്തിൽ നിങ്ങൾ അവരോട് ഏത് രീതിയിൽ പെരുമാറണം, അവർക്ക് സാറ്റിസ്ഫൈ ആവുന്ന രീതിയിൽ ഏത് രീതിയിൽ നിങ്ങൾ പെരുമാറാൻ സജ്ജരാവണമെന്നാണ് ആ ഒരു ട്രെയിനിങ് സെഷൻ. ആ ഒരു ഇന്റൻസ് ട്രെയിനിങ് സെഷനാണ് ആ ട്രെയിനിങ് സെഷനിൽ നിങ്ങളെ പഠിപ്പിക്കുക. ഈ ട്രെയിനിങ് സെഷന് വേണ്ടി ഒരു ഫീയും നിങ്ങളെ സെലക്ട് ചെയ്യുന്ന എയർലൈൻസ് ഈടാക്കുന്നതല്ല. ഈ ഒരു സെഷനാണ് നമ്മുടെ ഏവിയേഷൻ അക്കാഡമിയിൽ പ്രധാനമായിട്ടും പഠിപ്പിക്കുന്നത്. അതൊരു 6 month കോഴ്സ് എന്ന രീതിയിലാണ് അവർ ചെയ്തു കൊടുക്കുക. മേ ബി ലൈക്ക് ഒരു 1 to 2 lakhs ഇടയിൽ ഫീസ് വാങ്ങിയതിന് ശേഷമാണ് അവർ ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുക. അവർ മെയിൻ ആയിട്ട് കൊടുക്കുന്ന ആ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുക്കുന്ന ഒരു ഓഫർ എന്താണെന്ന് വെച്ചാൽ ഒരു സ്ട്രിക്റ്റ് പ്ലേസ്മെന്റ് ഓർഡർ നിങ്ങൾക്ക് ഈ കോഴ്സിന് ശേഷം ലഭിക്കും. അതും ഡൊമസ്റ്റിക്കിൽ മാത്രമല്ല ഇന്റർനാഷണൽ എയർലൈൻസിലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയുന്ന ഒരു ഫോൾസ് പ്രോമിസ് വഴി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളെ അവർ ആ കോഴ്സിലോട്ട് ആകർഷിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ഏജൻസിയുമായിട്ട് നിങ്ങൾ ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നതിന് മുമ്പ് തന്നെ ഒഫീഷ്യൽ എയർലൈൻ പാർട്ട്നേഴ്സ്, അതായത് എയർലൈൻസിന്റെ ഇന്ത്യയിലും അതുപോലെ തന്നെ ഇന്റർനാഷണലി അവൈലബിൾ ആയിട്ടുള്ള എയർലൈൻസിന്റെ വെബ്സൈറ്റിലൂടെ മാത്രം ഇത്തരത്തിലുള്ള ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാനും അതിൽ സക്സീഡ് ആവാനും ശ്രമിക്കുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്താണ് ഇതിലൊരു കരിയർ ഗ്രോത്ത് എന്നുള്ളത് നമുക്ക് നോക്കാം. മെയിൻ ആയിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഒരു 2 to 3 months സെഷന് ശേഷം, ആ ട്രെയിനിങ് സെഷന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ലഭിക്കുന്നത് ഒരു ക്യാബിൻ ക്രൂ ആയിട്ടായിരിക്കും. ആ ക്യാബിൻ ക്രൂ ആയിട്ട് ഏകദേശം ഒരു 3 to 5 years എക്സ്പീരിയൻസ് ആകുമ്പോൾ നിങ്ങൾ ഒരു സീനിയർ ക്രൂ മെമ്പർ ആയിട്ട് മാറും. അതിനുശേഷം ബൈ എക്സ്പീരിയൻസ് നിങ്ങൾ അതിൽ പേഴ്സർ ആയിട്ട് മാറും. പേഴ്സർ എന്ന് പറയുന്നാൽ ഹെഡ് ഓഫ് ദ ക്യാബിൻ ക്രൂ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആ ഒരു കോക്പിറ്റിന് ഇപ്പുറമുള്ള ഹെഡ് നിങ്ങളായിരിക്കും. അവിടുത്തെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുക, ബാക്കിയുള്ള മെമ്പേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു വ്യക്തിയായി മാറുന്ന സമയത്താണ് നിങ്ങൾ പേഴ്സർ ആയിട്ട് മാറ്റുക. പേഴ്സർ ആയതിനു ശേഷം നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് ട്രെയിനിങ് സെന്ററിലെ ട്രെയിനർ ആയിട്ടുള്ള ആ ഒരു പൊസിഷൻ. ഓരോ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് അതിന് പാരലൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഇൻ ടേംസ് ഓഫ് ഫൈനാൻഷ്യൽ മണി അല്ലെങ്കിൽ ഒരു പൈസയുടെ കാര്യത്തിലും നിങ്ങൾക്ക് ഉണ്ടാവുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്ത്യൻ സെനാരിയോയിൽ പറയുകയാണെങ്കിൽ ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ ഏകദേശം 25,000 to 50,000 ആണ് ഒരു എയർ ഹോസ്റ്റസിന്റെ സാലറി ആയിട്ട് വരിക. ഓരോ എയർലൈൻസിനനുസരിച്ച് വ്യത്യാസമുണ്ടാവും. അതുകൂടാതെ നമ്മൾ ഇന്റർനാഷണൽ ഫ്ലൈറ്റിലേക്കാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു 80,000 to 2 lakh വരെ നിങ്ങളുടെ സാലറി വേരി ചെയ്യാം അക്കോർഡിംഗ് ടു എയർലൈൻസ്. അപ്പൊ ഇതാണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇതിലെ ഒരു പാർട്ട്. ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു വശം എന്താണ്, ഈ ജോബിന് നേച്ചറാണ്. ഒരു 10 to 14 hours ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റ ഷിഫ്റ്റ് ഉണ്ടായിരിക്കും. ആ ഷിഫ്റ്റിൽ തന്നെ മജോറിറ്റി ഓഫ് ദ ടൈംസ് നിങ്ങൾ നിന്നിട്ടായിരിക്കാം വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇരിക്കാനുള്ള ഒരു സാഹചര്യം വളരെ കുറവായിരിക്കും. എല്ലാ എന്താ പറയുക, ഫ്ലൈറ്റിലുള്ള എല്ലാ യാത്രക്കാരുടെയും കാര്യങ്ങൾ ഒരുമിച്ച് നോക്കാനുള്ള ആ ഒരു ക്യാപ്പബിലിറ്റി, എനർജി അല്ലെങ്കിൽ അത്രയും ഹാർഡ് വർക്ക് വേണ്ട ഒരു ജോബ് തന്നെയാണ്. നമ്മൾ ഇത് ഇൻസ്റ്റഗ്രാമിൽ ഗ്ലാമറസ് ആയിട്ട് കാണുന്ന പല കാര്യങ്ങളും ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ആണ്. ഒരു ഷോർട്ട് ആയിരിക്കാം, ഒരു ഇമേജ് ആയിരിക്കാം, ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കാം. അതുപോലെയല്ല ഇൻ റിയാലിറ്റി ഈ ജോബ് കുറച്ച് ഹാർഡ് വർക്ക് ഡിമാൻഡ് ചെയ്യുന്ന ജോബാണ്. ആ ഒരു കാര്യം കൂടി കണക്കിലെടുത്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ. ഇതിൽ പിന്നുള്ള വേറൊരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹോട്ടൽ ലേ ഓവേഴ്സ് ഫ്രീ ആയിട്ട് കിട്ടാം. എയർലൈൻസിന്റെ തന്നെ ഹോട്ടൽ ലേ ഓവേഴ്സ് നിങ്ങൾക്ക് കിട്ടാം. അതുപോലെ തന്നെ ഫ്ലൈറ്റ് യാത്രകൾ നിങ്ങൾക്ക് ചിലപ്പോൾ 0 പേയ്മെന്റിൽ കിട്ടാം. ചിലപ്പോൾ നമുക്ക് ഒരു സാധാരണ പാസഞ്ചർ കൊടുക്കുന്ന റേറ്റിൽ വളരെ കുറച്ച് ഉള്ള ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ഒക്കെ ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. അപ്പോൾ ഒരു സഡൻ കരിയർ ആസ് വെൽ ആസ് ഒരു ഫൈനാൻഷ്യൽ ഗ്രോത്തിന് ഏറ്റവും ഉതകുന്ന ഒരു ബേസിക് എഡ്യൂക്കേഷൻ വേണ്ട, എന്നാൽ നല്ല ടാലന്റും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പേഴ്സണാലിറ്റിയും വേണ്ട ഒരു ജോബാണ് എയർ ഹോസ്റ്റസ്. നിങ്ങൾ വളരെ അഡമന്റ് ആയിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെൽഫ് ഇംപ്രൂവ്മെന്റ് നടത്തി കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്ത് നിങ്ങളെ പ്രസന്റ് ചെയ്യുന്ന രീതിയെ വളരെയധികം എന്താ പറയുക അട്രാക്റ്റീവ് ആക്കി അങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കരസ്ഥമാക്കാൻ പറ്റിയ ഒരു ജോബ് തന്നെയാണ് എയർ ഹോസ്റ്റസ്.